വലപ്പാട് സബ് ഇൻസ്പെക്ടറെയും പോലീസുകാരെയും മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു പ്രതി അറസ്റ്റിൽ. വലപ്പാട് ബീച്ച് സ്വദേശി സുഭാഷാണ് പിടിയിലായത്. മലയോര ഗ്രാമങ്ങളിൽ കാട്ടാനകൾ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. കൃഷികൾ നശിപ്പിക്കുന്ന കാട്ടാനക്കൂട്ടം വീടുകളുടെ മുറ്റത്തെത്തുന്നതും ഭീഷണിയായി. ചങ്ങണാംകുന്നിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ റെഗുലേറ്റർ നിർമ്മാണം ആരംഭിച്ചു. 19 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. ആറ്റപ്പള്ളി പമ്പിംഗ് സ്റ്റേഷൻ നാട്ടുകാർ ഉപരോധിച്ചു. മറ്റത്തൂർ കാവനാട് കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. നമസ്കാരം, ഗ്രാമവാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. വാർത്തകൾ വിശദമായി. 3.5 വയസ്സുകാരിയെയും അമ്മയെയും ഭീഷണിപ്പെടുത്തിയ വിവരം അന്വേഷിച്ചെത്തിയ വലപ്പാട് എസ്ഐ KG ആന്റണിയെയും പോലീസുകാരെയും മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു പ്രതി അറസ്റ്റിൽ. വലപ്പാട് ബീച്ച് ചാഴു വീട്ടിൽ സുഭാഷാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ഡിസംബറിലാണ് സംഭവം. പ്രതിയുടെ ജ്യേഷ്ഠൻ ചാഴു വീട്ടിൽ സുമേഷിനെ 3.5 വയസ്സുകാരിയായ മകളെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ വലപ്പാട് പോലീസ് നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. സുമേഷിന്റെ മാതാപിതാക്കളും സഹോദരങ്ങളുമാണ് കുട്ടിയെ പീഡിപ്പിക്കുന്നതിന് പിന്തുണ നൽകിയിരുന്നത്. സുമേഷ് റിമാൻഡിലായതിനു പിന്നാലെ യുവതിയോടും കുട്ടിയോടും വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ ഇവർ ആവശ്യപ്പെട്ടിരുന്നു. ഈ വിവരം കുട്ടിയുടെ അമ്മ വലപ്പാട് പോലീസിനെ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ SIയെയും പോലീസുകാരെയും പ്രതികൾ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു. സുഭാഷിനു പുറമെ സഹോദരൻ സുധീഷ്, അച്ഛൻ സുബ്രഹ്മണ്യൻ, അമ്മ എന്നിവർ കൂടി കേസിൽ പ്രതികളാണെന്നും ഇവർ ഒളിവിലാണെന്നും പോലീസ് അറിയിച്ചു. മറ്റത്തൂർ കോടശ്ശേരി പഞ്ചായത്തുകളുടെ അതിർത്തിയിലുള്ള മലയോര ഗ്രാമങ്ങളിൽ കാട്ടാനകൾ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. കൃഷിയിടങ്ങളിലിറങ്ങി വ്യാപകമായി നാശനഷ്ടം വരുത്തുന്ന കാട്ടാനക്കൂട്ടം ഇപ്പോൾ വീടുകളുടെ മുറ്റത്തെത്തിയിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കാത്തത് നാട്ടുകാരെ രോഷാകുലരാക്കുന്നു. ചൊവ്വാഴ്ച രാത്രി വെള്ളിക്കുളങ്ങര തിരുകുടുംബ ദേവാലയത്തിന് പുറകുവശത്തുള്ള കരിക്കാട്ടോളി പ്രദേശത്ത് കാട്ടാനക്കൂട്ടമിറങ്ങി വൻതോതിൽ കാർഷിക വിളകൾ നശിപ്പിച്ചു. വലിയ തെങ്ങുകൾ കുത്തിമറിച്ചിട്ട ആനകൾ വാഴ, കവുങ്ങ്, റബ്ബർ എന്നിവയ്ക്കും നാശമുണ്ടാക്കി. വരിക്കപ്പള്ളി ശശി എന്നയാളുടെ വീട്ടുമുറ്റത്തെത്തിയ ആനക്കൂട്ടം പറമ്പിലെ വിളകൾ നശിപ്പിച്ചെങ്കിലും വീടിന് നേരെ തിരിയാതിരുന്നതിനാൽ ആളപായമുണ്ടായില്ല. രാത്രി 1:30യോടെയാണ് ആനക്കൂട്ടം കരിക്കാട്ടോളിയിലെ വീടുകൾക്ക് സമീപമെത്തിയത്. ശബ്ദം കേട്ട് വാതിൽ തുറന്നു നോക്കിയവർ ആനകളെ കണ്ട് ഭയചകിതരായി. ഒച്ചയെടുത്തും പടക്കം പൊട്ടിച്ചും അകറ്റാൻ നോക്കിയെങ്കിലും കാട്ടാനകൾ ആളുകളുടെ നേർക്ക് തുമ്പിക്കൈ ഉയർത്തി ചീറിയെടുക്കുകയാണുണ്ടായത്. ഒടുവിൽ ചൈനീസ് ഗുണ്ട് പൊട്ടിച്ചും പറമ്പിൽ തീയിട്ടുമാണ് ആനകളെ അകറ്റിയത്. മൂന്നില്ലത്തെ വേലായുധൻ, വരിക്കപ്പുള്ളി ശശി, കളമ്പാടൻ പോൾ, കളമ്പാടൻ ബാബു, കൊല്ലാമാവു കുടിയിൽ ഗോപി, അരൂക്കാരൻ ജോസ്, അറക്കപ്പറമ്പിൽ വർഗീസ് എന്നീ കർഷകരുടെ വാഴ, കവുങ്ങ്, റബ്ബർ, തെങ്ങ് എന്നിവ വ്യാപകമായി ആനക്കൂട്ടം നശിപ്പിച്ചു. ബുധനാഴ്ച പുലർച്ചെ 4:30യോടെ വീണ്ടും ആനക്കൂട്ടം ഇതേ സ്ഥലത്തെത്തി കൃഷിനാശം വരുത്തി. കരിക്കാട്ടോളി പ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന വനം വകുപ്പിന്റെ രാമവർമ്മ തേക്ക് പ്ലാന്റേഷനിൽ കൂടിയാണ് കാട്ടാനകൾ ജനവാസ സ്ഥലത്തെത്തുന്നത്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി ഈ പ്രദേശത്ത് കാട്ടാനശല്യം അനുഭവപ്പെടുന്നുണ്ടെങ്കിലും വീട്ടുമുറ്റത്തേക്ക് ആനകളെത്തുന്നത് ഇതാദ്യമാണെന്ന് പ്രദേശവാസിയും കർഷകനുമായ കണ്ണമ്പുഴ ദേവസിക്കുട്ടി പറഞ്ഞു. തേക്ക് തോട്ടത്തിന്റെ അതിർത്തിയിൽ ആഴമേറിയ ട്രെഞ്ച് നിർമ്മിച്ചാൽ കാട്ടാനകൾ കൃഷിയിടങ്ങളിലേക്കും വീടുകൾക്ക് സമീപത്തേക്കും ഇറങ്ങുന്നത് ഫലപ്രദമായി തടയാനാകുമെങ്കിലും ഇതിനുള്ള നടപടിയുണ്ടാകുന്നില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു. തേക്കുതോട്ടത്തിന്റെ അതിർത്തിയിൽ ഏതാനും മീറ്റർ നീളത്തിൽ നേരത്തെ ട്രെഞ്ച് നിർമ്മിച്ചിരുന്നുവെങ്കിലും മണ്ണ് വീണ് നികന്നുപോയി. കരിക്കാട്ടോളി പ്രദേശത്തെ 60-ലേറെ കുടുംബങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ടുള്ള കാട്ടാനശല്യം തടയുന്നതിന് അടിയന്തര നടപടി വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കാട്ടാനകൾക്ക് പുറമെ പുലി ഇറങ്ങുന്നതും ഇവിടെ പതിവായിട്ടുണ്ട്. 2 ആഴ്ച മുമ്പ് ഇവിടുത്തെ 2 വീടുകളിൽ നിന്ന് പുലി വളർത്തുനായകളെ പിടികൂടിയിരുന്നു. കരിക്കാട്ടോളി പ്രദേശത്തിനോട് ചേർന്ന് കിടക്കുന്ന വെള്ളിക്കുളങ്ങര കിഴക്കേമഠം പരിസരത്തും പത്തരക്കുണ്ട്, നായാട്ടുകുണ്ട് പ്രദേശങ്ങളിലും കാട്ടാനശല്യം രൂക്ഷമാണ്. പകൽ സമയത്ത് പോലും ഇവിടെ ആനകളെ കാണാനാകും. വലിയൊരു കൊമ്പനും 2 കുട്ടികളുമടങ്ങുന്ന കാട്ടാനക്കൂട്ടമാണ് ഇവിടങ്ങളിൽ ജനങ്ങളുടെ പേടി സ്വപ്നമായി മാറിയിരിക്കുന്നത്. TCV ന്യൂസ്, കൊടകര. ദേശമംഗലം ചങ്ങണാംകുന്നിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ റെഗുലേറ്റർ നിർമ്മാണം ആരംഭിച്ചു. തൃശൂർ ജില്ലയിലെ ദേശമംഗലം ചങ്ങണാംകുന്നിനെയും പാലക്കാട് ജില്ലയിലെ കാരക്കാടിനെയും തമ്മിൽ ബന്ധിപ്പിച്ചാണ് നബാർഡിന്റെ ഫണ്ടായ 19 കോടി രൂപ ചെലവിൽ നിർമ്മാണം നടത്തുന്നത്.
300 മീറ്ററോളം നീളവും 5 മീറ്റർ ഉയരവുമുള്ള റെഗുലേറ്ററിൽ വെള്ളം നിയന്ത്രിക്കുന്നതിനുള്ള ഷട്ടറുകളും ഉണ്ടായിരിക്കും. 2 വർഷത്തിനുള്ളിൽ പദ്ധതി പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. റെഗുലേറ്റർ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ 6 കിലോമീറ്ററോളം വെള്ളം തങ്ങിനിൽക്കും. വേനൽക്കാലത്ത് വരൾച്ച ദുരിതം നേരിടുന്ന ഈ പ്രദേശങ്ങളിൽ കുടിവെള്ളക്ഷാമം ഇതോടെ പരിഹരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. റെഗുലേറ്ററിന് മുകളിൽ കൂടി നടപ്പാതയും നിർമ്മിക്കുന്നുണ്ട്. 20 കിലോമീറ്റർ ചുറ്റി വരുന്നതിന് പകരം എളുപ്പത്തിൽ പുഴയുടെ അക്കരെ കടക്കാൻ സാധിക്കും. മറ്റത്തൂർ പഞ്ചായത്തിലെ കാവനാട് കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ ആറ്റപ്പള്ളിയിലുള്ള പമ്പിംഗ് സ്റ്റേഷൻ ഉപരോധിച്ചു. പഞ്ചായത്തിലെ 18, 19 വാർഡുകളിലുള്ള 100 കണക്കിന് കുടുംബങ്ങൾ ഒരാഴ്ചയോളമായി കുടിവെള്ളം കിട്ടാതെ വലയുകയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച കേടായ ഇവിടത്തെ മോട്ടോർ നന്നാക്കി കൊണ്ടുവരാനോ പമ്പിംഗ് പുനരാരംഭിക്കാനോ ഇതുവരെ വാട്ടർ അതോറിറ്റിക്ക് കഴിയാത്തതിൽ പ്രതിഷേധിച്ചാണ് നാട്ടുകാർ പമ്പ് ഹൌസ് ഉപരോധിച്ചത്. ബാബു പ്ലാക്ക, ബാബു ചേരാക്കൽ, ജയൻ കണ്ണത്ത്, PR ലിഖീഷ്, രമണൻ നെടുമ്പിള്ളി, PC ബൈജു, PR മനോജ് എന്നിവരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജാഥയായിട്ടാണ് നാട്ടുകാർ ആറ്റപ്പള്ളി പമ്പിംഗ് സ്റ്റേഷനിലേക്ക് എത്തിയത്. വാർഡംഗങ്ങളായ ജിനി മുരളി, K പ്രസാദ് എന്നിവർ സംസാരിച്ചു. വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയറുമായുള്ള ചർച്ചയിൽ ഉടനെ വെള്ളമെത്തിക്കാമെന്ന് ഉറപ്പുകിട്ടിയതിനെ തുടർന്നാണ് നാട്ടുകാർ സമരം അവസാനിപ്പിച്ച് പിരിഞ്ഞുപോയത്. മറ്റത്തൂർ കാവനാടിൽ ഗൃഹനാഥൻ കാൽവഴുതി കിണറ്റിൽ വീണ് മരിച്ചു. കൊടകരക്കാരൻ വീട്ടിൽ 54 വയസ്സുള്ള വാസുവാണ് മരിച്ചത്. ആൾമറ കെട്ടാനായി അസ്ഥിവാരം കീറിയിരുന്ന കിണറിന് സമീപത്തുകൂടി നടക്കുമ്പോൾ മണ്ണിടിഞ്ഞ് കാൽവഴുതി കിണറ്റിൽ വീഴുകയായിരുന്നു. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. KSKTU താന്യം തെക്ക് വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൊഴിലാളി കൂട്ടായ്മ സംഘടിപ്പിച്ചു. പൈനൂർ ബാപ്പുജി കോളനി പരിസരത്ത് നടന്ന കൂട്ടായ്മ KSKTU ജില്ലാ സെക്രട്ടറി NR ബാലൻ ഉദ്ഘാടനം ചെയ്തു. KS ഷൈജു അധ്യക്ഷത വഹിച്ചു. CPM ചെയർപേരിയ സെക്രട്ടറി PR വർഗീസ് പൈനൂരിലെ ആദ്യകാല കർഷക തൊഴിലാളികളെ ആദരിച്ചു. AS ദിനകരൻ, KC രമേശ്, MV മുകേഷ് എന്നിവർ സംസാരിച്ചു. യുവകലാസാഹിതിയുടെ VP മുഹമ്മദ് അലി നോവൽ പുരസ്കാരത്തിന് മനോഹരൻ V പോരക്കം അർഹനായതായി ഭാരവാഹികൾ അറിയിച്ചു. കേറ്റങ്ങളുടെ 3 ദശാബ്ദങ്ങൾ എന്ന നോവലിനാണ് പുരസ്കാരം ലഭിച്ചത്. 5001 രൂപയും പ്രശസ്തി പത്രവും അടങ്ങിയതാണ് പുരസ്കാരം. ഈ മാസം 21-ന് പുന്നൂർകുളം പ്രതിഭാ കോളേജിൽ നടക്കുന്ന ചടങ്ങിൽ കാലടി സംസ്കൃത സർവകലാശാല വിഭാഗം ഉപമേധാവി വത്സരൻ വാതുശ്ശേരി പുരസ്കാരം സമ്മാനിക്കും. ഭാരവാഹികളായ ഹനീഫ കൊച്ചന്നൂർ, പ്രേമരാജ് ചുണ്ടലത്ത്, CV പൌലോസ്, KT ഷാജൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരു ഗ്രാമം മുഴുവൻ ഉദ്യാനമൊരുക്കി കാത്തിരുന്നു. എന്നാൽ അവർ വിരുന്നെത്തിയില്ല. വേലൂർ വെള്ളാറ്റഞ്ഞൂർ ഗ്രാമമാണ് പൂന്തോട്ടമൊരുക്കി ചിത്രശലഭങ്ങളെ കാത്തിരിക്കുന്നത്. ജീവിതത്തിലെ പിരിമുറുക്കങ്ങളാൽ ഉടലെടുക്കുന്ന മാനസിക സംഘർഷങ്ങൾക്ക് പ്രകൃതി സേവന പ്രവർത്തനങ്ങൾ ഔഷധമാണെന്ന തിരിച്ചറിവാണ് വെള്ളാറ്റഞ്ഞൂർ ഗ്രീനറി സയൻസ് എന്ന സംഘടനാ പ്രവർത്തകർ ശലഭ നിരീക്ഷണവും സംരക്ഷണവും എന്ന ആശയത്തിന് രൂപം നൽകിയത്. സംഘടനയിലെ അംഗമായ രാജു ഫ്രാൻസിസിന്റെ വീട്ടിലെ മൗണ്ട് സീനായി എന്ന പൂന്തോട്ടത്തിൽ 1 വർഷം മുമ്പ് പൂമ്പാറ്റകൾ കൂട്ടമായി വിരുന്നെത്തിയിരുന്നു. കരിനീലക്കടുവ, ആവണച്ചോപ്പൻ, ഗരുഡശലഭം, വരയൻ കടുവ, നീലക്കടുവ എന്നീ ഇനങ്ങളിൽപ്പെട്ട 100 കണക്കിന് ശലഭങ്ങളാണ് ഈ പൂന്തോട്ടത്തിൽ തേൻ നുകരാൻ എത്തിയിരുന്നത്. ഈ കാഴ്ച നൽകിയ മാനസിക ഉല്ലാസമാണ് ഗ്രീനറി സയൻസ് പ്രവർത്തകർക്ക് ചിത്രശലഭങ്ങൾക്കായി വെള്ളാറ്റഞ്ഞൂർ ഗ്രാമം എന്ന പദ്ധതി ആവിഷ്കരിക്കാൻ പ്രേരണയായത്. ഇതിന്റെ ഭാഗമായി ഇവർ ഈ വർഷം ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും വീടുകളിലും റോഡരികിലും പരീക്ഷണാടിസ്ഥാനത്തിൽ ചിത്രശലഭങ്ങളെ ആകർഷിക്കുന്ന ചെടികൾ നട്ടുപിടിപ്പിച്ചു. പക്ഷേ ഗ്രീനറി സയൻസ് പ്രവർത്തകരെയും ഗ്രാമനിവാസികളെയും നിരാശയിലാഴ്ത്തിക്കൊണ്ട് ചിത്രശലഭങ്ങൾ ഇവിടേക്ക് എത്തിനോക്കിയില്ല. മൊബൈൽ ടവറുകളുടെ ആധിക്യവും ഉയർന്നുവരുന്ന കോൺക്രീറ്റ് സമുച്ചയങ്ങളും പരിസ്ഥിതി മലിനീകരണവുമാണ് ശലഭങ്ങളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവ് വരാൻ കാരണമെന്ന് പരിസ്ഥിതി പ്രവർത്തകനും പക്ഷി നിരീക്ഷകനുമായ സജിത് പറമ്പിൽ അഭിപ്രായപ്പെടുന്നു. ചിത്രശലഭങ്ങൾ വിട്ടൊഴിഞ്ഞെങ്കിലും വരും വർഷങ്ങളിലെങ്കിലും തിരിച്ചുവരുമെന്ന പ്രതീക്ഷയിൽ ഉദ്യാനമൊരുക്കി കാത്തിരിക്കുകയാണ് ഗ്രീനറി സയൻസ് പ്രവർത്തകർ. TC വിനോസ്, എരുമപ്പെട്ടി. പെരിങ്ങോട്ടുകര അസോസിയേഷൻ ഡയാലിസിസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ സൌജന്യ നേത്രചികിത്സാ ക്യാമ്പ് സംഘടിപ്പിച്ചു. AU രഘുരാമപ്പണിക്കർ ഉദ്ഘാടനം ചെയ്തു. താന്യം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രേമലത കുമാരൻ അധ്യക്ഷത വഹിച്ചു. രാമനുണ്ണി പാണ്ഡ്യത്ത്, CL ജോയ്, E നന്ദനൻ, MB സഹദേവൻ എന്നിവർ സംസാരിച്ചു. വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ തെളിവെടുപ്പ് തൃശൂരിൽ നടന്നു. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ വൈദ്യുതി ഉപഭോക്താക്കൾക്കുള്ള തെളിവെടുപ്പാണ് രാമനിലയത്തിൽ നടന്നത്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ അടുത്ത സാമ്പത്തിക വർഷത്തെ കരട് പദ്ധതി രേഖ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷിബു കൊല്ലാറ അവതരിപ്പിച്ചു.
ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി.എൻ. ശങ്കരൻ വികസന സെമിനാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷീജ സദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ മണി ശശി, കെ.വി. വിനോദൻ, പ്രേമലത കുമാരൻ, പി.എ. ആന്റണി, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ കസ്തൂർബായ് ദേവൻ, ജ്യോതി കനകരാജ്, ബി.പി.ഒ. അജിത് കുമാർ എന്നിവർ പങ്കെടുത്തു. ഇന്ദിരാ ആവാസ് യോജന പദ്ധതിക്കായി 1,71,51,700 രൂപയാണ് പദ്ധതി കരട് രേഖയിൽ വകയിരുത്തിയിട്ടുള്ളത്. വനിതാ വിഭാഗത്തിന്റെ ക്ഷേമത്തിനായി 32,10,790 രൂപയും ഭിന്നശേഷിയുള്ളവർക്കായി 16,05,998 രൂപയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വടക്കേക്കാട് സാമൂഹികാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നായരങ്ങാടിയിൽ പകർച്ചവ്യാധികൾക്കെതിരെ ആരോഗ്യ സന്ദേശയാത്ര നടത്തി. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ടി.എ. ആയിഷ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുന്നൻ കാട്ടയിൽ അബൂബക്കർ അധ്യക്ഷത വഹിച്ചു. സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ എ.കെ. ഗോപിനാഥ്, പുന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നബീസക്കുട്ടി വലിയകത്ത്, വടക്കേക്കാട് ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ജിൽഷി ബാബു, ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാർ എന്നിവർ സംസാരിച്ചു. മികച്ച ആശാ വർക്കർമാരായ വടക്കേക്കാട് സ്വദേശിനി ലത, പുന്നയൂർകുളം സ്വദേശിനി റീന മോഹൻ, പുന്നയൂർ സ്വദേശിനി സംപ്രീത എന്നിവർക്ക് അവാർഡുകൾ നൽകി. അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി വിഭാഗക്കാർക്ക് കോഴിക്കുഞ്ഞുങ്ങളെ വിതരണം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മണി ശശി വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് യു.എച്ച്. അൻസാർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗങ്ങളായ ടി.ഐ. ചാക്കോ, ജ്യോതിരാമൻ, ഷീജ ബാബുരാജ്, വെറ്ററിനറി ഡോക്ടർമാരായ മോഹനൻ, സജീഷ് എന്നിവർ സംസാരിച്ചു. ഗുരുവായൂരിൽ പാചകവാതകം ബുക്ക് ചെയ്തവർക്ക് മാസങ്ങൾ പിന്നിട്ടിട്ടും ലഭിക്കുന്നില്ലെന്ന് പരാതി. ഇതേ തുടർന്ന് ഉപഭോക്താക്കൾ ഏജൻസിയിലെത്തി ബഹളം വയ്ക്കുന്നത് പതിവാകുന്നു. വടക്കേനടയിലെ ഔട്ടർ റിംഗ് റോഡിലുള്ള ശ്രീ ഗുരുവായൂർ ഇൻട്രെയിൻ സർവീസിലാണ് പാചകവാതകത്തിന് കൃത്രിമ ക്ഷാമം സൃഷ്ടിക്കുന്നതായി ഉപഭോക്താക്കൾ ആരോപിക്കുന്നത്. കൂടുതൽ പണം നൽകുന്നവർക്ക് ബുക്ക് ചെയ്യാതെ തന്നെ പാചകവാതകം എത്തിച്ചു നൽകുന്നതായും ആരോപണമുണ്ട്. മാസങ്ങളായി ബുക്ക് ചെയ്തിട്ടും പാചകവാതകം ലഭിക്കാത്തതിനെ തുടർന്ന് നടൻ സന്തോഷ് ബുധനാഴ്ച ഏജൻസിയിലെത്തി ബഹളം വച്ചു. ഇതേ തുടർന്ന് സന്തോഷിന് പാചകവാതകം നൽകി. എന്നാൽ സന്തോഷിന് മുൻപ് അപേക്ഷ നൽകിയവർക്ക് പാചകവാതകം നൽകിയിരുന്നില്ല. സ്ത്രീകളും പ്രായമായവരും ഉൾപ്പെടെയുള്ളവർ ഇതുമൂലം ബഹളം വച്ചു. കൂടുതൽ പണം നൽകുന്നവർക്കും ഏജൻസിയെ ചോദ്യം ചെയ്യുന്നവർക്കും പാചകവാതകം നൽകുന്ന നടപടി നിർത്തിവെക്കണമെന്നും സാധാരണക്കാർക്ക് നിയമം അനുശാസിക്കുന്ന രീതിയിൽ പാചകവാതകം ലഭ്യമാക്കണമെന്നും സന്തോഷ് പറഞ്ഞു. എന്നാൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിനനുസരിച്ച് പാചകവാതകം ലഭ്യമാകാത്തതാണ് ക്ഷാമത്തിന് കാരണമെന്ന് ഏജൻസി അധികൃതർ അറിയിച്ചു. അക്രമ രാഷ്ട്രീയത്തിനെതിരെ സിപിഎം ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പെരിങ്ങോട്ടുകരയിൽ നടന്ന ജനകീയ കൂട്ടായ്മ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ. രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് അംഗം കെ. ശ്രീനിവാസൻ അധ്യക്ഷത വഹിച്ചു. ഏരിയ സെക്രട്ടറി പി.ആർ. വർഗീസ്, എ.എസ്. ദിനകരൻ, എം.കെ. സദാനന്ദൻ, പി. ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ഇടവേള. പറപ്പൂക്കര പഞ്ചായത്തിലെ ഗുണഭോക്തൃ ലിസ്റ്റിൽ വീഴ്ച വരുത്തിയതിന് നടപടി നേരിടുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. പ്രസാദ് രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് ബിജെപിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തി. ബിജെപി പറപ്പൂക്കര പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ മാർച്ച് ജില്ലാ പ്രസിഡന്റ് എ. നാഗേഷ് ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് സുരേഷ് മേനോൻ അധ്യക്ഷത വഹിച്ചു. പുതുക്കാട് മണ്ഡലം പ്രസിഡന്റ് പി.കെ. ബാബു, രാമദാസ് വയലൂർ, കെ.എസ്. വൈശാഖ്, പ്രദീപ് കുമാർ എന്നിവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട നഗരസഭയുടെ ബജറ്റ് നഗരസഭ വൈസ് ചെയർമാൻ ടി.വി. ചാർലി അവതരിപ്പിച്ചു. അടിസ്ഥാന സൌകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനും കൃഷി, ജലസേചനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടുള്ളതാണ് ബജറ്റ്. 31,84,4173 രൂപ വരവും 29,67,61,200 രൂപ ചെലവും 2,16,42,975 രൂപ നീക്കിയിരിപ്പും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. ടൌൺഹാൾ ഷോപ്പിംഗ് കോംപ്ലക്സ് പുതുക്കി പണിയുന്നതിന് 5 കോടിയും ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിച്ച് സൌകര്യം വർദ്ധിപ്പിക്കുന്നതിന് 5 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. നഗരസഭാ അതിർത്തിയിൽ വനിതാ ഷോപ്പിംഗ് കോംപ്ലക്സ് ആരംഭിക്കുന്നതിന് 10 ലക്ഷം രൂപയാണ് നീക്കിവച്ചിട്ടുള്ളത്. മാപ്രാണത്ത് ഈവനിംഗ് മാർക്കറ്റിന് 10 ലക്ഷം രൂപയും നഗരസഭയിൽ സ്റ്റാഫ് ക്വാർട്ടേഴ്സ് പണിയുന്നതിന് 55 ലക്ഷം രൂപയും വകയിരുത്തി. ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 60 ലക്ഷം വകയിരുത്തിയിട്ടുണ്ട്. സർക്കാരിന്റെ അർബൻ പദ്ധതി പ്രകാരം മാർക്കറ്റ് നവീകരണത്തിന് 5 കോടിയുടെയും സമ്പൂർണ്ണ ഡ്രൈനേജ് പദ്ധതിക്ക് 15 കോടിയുടെയും പദ്ധതികൾ ആവിഷ്കരിക്കും.
നഗരസഭാ ചെയർപേഴ്സൺ മേരിക്കുട്ടി ജോയ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. തളിക്കുളം ഇടശ്ശേരി ത്രിവേണിയിൽ പട്ടാപ്പകൽ 3 വീടുകൾ ആക്രമിച്ച് തകർത്ത കേസിലെ പ്രതിയെ വാടാനപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു. തൃത്തല്ലൂരിന് പടിഞ്ഞാറ് മാളൂത്തറ രഘു എന്ന കണ്ണനാണ് അറസ്റ്റിലായത്. കഴിഞ്ഞ ജനുവരിയിലാണ് കേസിനാസ്പദമായ സംഭവം. ത്രിവേണിയിൽ രാവിലെ 11ഓടെ അടുത്തുള്ള 3 വീടുകളാണ് പ്രതിയുടെ നേതൃത്വത്തിൽ അടിച്ചു തകർത്തത്. സംഭവത്തെ തുടർന്ന് ഒളിവിലായിരുന്ന പ്രതിയെ ബുധനാഴ്ച രാവിലെ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തൃത്തല്ലൂരിലെ വീട്ടിൽ നിന്ന് വാടാനപ്പള്ളി എസ്ഐ സജിൻ ശശിയുടെ നേതൃത്വത്തിലുള്ള സംഘം പിടികൂടുകയായിരുന്നു. വലപ്പാട്, വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷനുകളിലായി വധശ്രമം ഉൾപ്പെടെ 15ഓളം കേസുകളിൽ പ്രതിയാണ് മാളുത്തറ രഘുവെന്ന് പോലീസ് പറഞ്ഞു. ചിറ്റാറ്റുകരയിൽ യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. തൈക്കാട് കളപ്പുറത്ത് വീട്ടിൽ ദിലീപിനെയാണ് പാവറട്ടി എസ്ഐ പി ജോയയുടെ നേതൃത്വത്തിലുള്ള പോലീസ് അറസ്റ്റ് ചെയ്തത്. കഴിഞ്ഞ നവംബർ 18-ന് ചിറ്റാറ്റുകരയിൽ കാക്കശ്ശേരി സ്വദേശി തേർവീട്ടിൽ കൃഷ്ണൻ ട്രെയിനിനു മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്തിരുന്നു. പ്രിന്റിംഗ് പ്രസ് ആരംഭിക്കുന്നതിന് വായ്പ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് ദിലീപ് കബളിപ്പിച്ചതിനെ തുടർന്നാണ് മരിക്കുന്നതെന്ന് ആത്മഹത്യാക്കുറിപ്പിൽ കൃഷ്ണൻ എഴുതിയിരുന്നു. ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് ദിലീപിനെ അറസ്റ്റ് ചെയ്തത്. ചേർപ്പ് ഗ്രാമപഞ്ചായത്തിലെ അമിത നികുതി പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് സിപിഐ ചേർപ്പ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സിപിഐ ജില്ലാ സെക്രട്ടറി കെ വത്സരാജ് ഉദ്ഘാടനം ചെയ്തു. കെ.എം. അക്ബർ, പി.വി. ഭരതൻ, ഗീതാ രവീന്ദ്രൻ, പി.വി. അശോകൻ എന്നിവർ സംസാരിച്ചു. രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ അപമാനിച്ച മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കഡ്ജുവിന് മാതൃകാപരമായ ശിക്ഷ നൽകണമെന്ന് കെപിസിസി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് വി ബാലറാം ആവശ്യപ്പെട്ടു. ഗാന്ധി നിന്ദയ്ക്കെതിരെ കോൺഗ്രസ് ഗുരുവായൂർ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നഗരസഭാ ലൈബ്രറി വളപ്പിലെ ഗാന്ധി സ്മൃതി മണ്ഡപത്തിൽ നടന്ന സത്യാഗ്രഹ സമരത്തിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് OKR മണികണ്ഠൻ അധ്യക്ഷത വഹിച്ചു. ആർ രവികുമാർ, ശശി വാർനാട്ട്, മേഴ്സി ജോയ്, പാലിയത്ത് ചിന്നപ്പൻ, നിഖിൽ ജി കൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് സംവിധാനമില്ലാത്തതിനാൽ പ്രതിഷേധിച്ച് കുന്നംകുളം നഗരസഭ ജവഹർ സ്ക്വയറിൽ കെട്ടിടത്തിലെ ജീവനക്കാരും കച്ചവടക്കാരും പ്രക്ഷോഭത്തിനിറങ്ങുന്നു. തകർന്ന് ഉപയോഗശൂന്യമായ ബാത്റൂമുകൾ പുനർനിർമ്മിക്കുകയോ നിർമ്മാണ പ്രവർത്തനം നടത്താൻ തങ്ങൾക്ക് അനുമതി തരികയോ വേണമെന്ന ആവശ്യം ഉന്നയിച്ചാണ് പ്രതിഷേധം. 25ഓളം കടമുറികളുള്ള കെട്ടിടത്തിൽ 20ഓളം സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന ത്രിവേണി സൂപ്പർമാർക്കറ്റ് ഉൾപ്പെടെ നിരവധി സ്ഥാപനങ്ങളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. 100ഓളം വരുന്ന ജീവനക്കാർക്കായി ആകെയുള്ള ബാത്റൂം തകർന്നിട്ട് മാസങ്ങൾ പിന്നിട്ടു. അറ്റകുറ്റപ്പണികൾ നടത്തി തരണമെന്നാവശ്യപ്പെട്ട് നഗരസഭയിൽ അപേക്ഷ നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. ഇതേ തുടർന്നാണ് കച്ചവടക്കാർ സ്വയം പണം മുടക്കി പ്രവൃത്തി ചെയ്യാൻ അനുമതി തേടിയത്. എന്നാൽ നഗരസഭാ സ്വത്തിൽ മറ്റുള്ളവർക്ക് നിർമ്മാണ പ്രവൃത്തി നടത്താൻ അനുവദനീയമല്ലെന്ന സർക്കാർ രേഖ കാട്ടി റവന്യൂ ഉദ്യോഗസ്ഥർ ഭയപ്പെടുത്തിയെന്ന് കച്ചവടക്കാർ പറയുന്നു. പൂവത്തൂരിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകന്റെ വീടിനു നേരെ ആക്രമണം. പൂവത്തൂർ വലിയകത്ത് ആഷിഖിന്റെ വീടിനു നേരെയാണ് ബുധനാഴ്ച പുലർച്ചെ ആക്രമണം നടന്നത്. ഡിവൈഎഫ്ഐ മണലൂർ ബ്ലോക്ക് ട്രഷററും സിപിഎം ചിറ്റാറ്റുകര ലോക്കൽ കമ്മിറ്റി അംഗവുമാണ് ആഷിഖ്. കല്ലേറിൽ ജനൽ ചില്ലുകൾ പൂർണ്ണമായും തകർന്നു. ശബ്ദം കേട്ട് ഉണർന്ന വീട്ടുകാർ 3 പേർ ഓടിപ്പോകുന്നത് കണ്ടതായും പറയുന്നു. ഗുരുവായൂർ സിഐ കെ സുദർശന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. മാള ഗ്രാമപഞ്ചായത്ത് ചക്കാമ്പറമ്പ് വാർഡിലെ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. LDF സ്ഥാനാർത്ഥി PO ഷാജി, UDF സ്ഥാനാർത്ഥി PM സുരേഷ്, BJP സ്ഥാനാർത്ഥി അമ്പാടി പടിഞ്ചേരി എന്നിവരാണ് പത്രിക നൽകിയത്. LDF അംഗമായിരുന്ന CK കൃഷ്ണന്റെ നിര്യാണത്തെ തുടർന്നാണ് അടുത്ത മാസം 8-ന് ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നത്. നവീകരണത്തിനായി ഇരിങ്ങാലക്കുട നഗരസഭ ബസ് സ്റ്റാൻഡ് അടച്ചു. ടാറിംഗ് നീക്കി ടൈൽസ് വിരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ബസ് സ്റ്റാൻഡ് താൽക്കാലികമായി അടച്ചുപൂട്ടിയത്. ഇതേ തുടർന്ന് ബസ്സുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി. കൊടുങ്ങല്ലൂർ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ ചന്തക്കുന്ന് വഴി ചന്ദ്രിക ജംഗ്ഷനിലൂടെ അയ്യങ്കാവ് മൈതാനത്ത് പ്രവേശിച്ച് ആളെ ഇറക്കണമെന്ന് പോലീസ് അറിയിച്ചു. ചാലക്കുടിയിൽ നിന്ന് വരുന്ന ബസ്സുകൾ ഠാണാവുകൂടി KECB ഓഫീസ് വഴി അയ്യങ്കാവ് മൈതാനത്ത് പ്രവേശിച്ച് ആളെ ഇറക്കേണ്ടതാണ്. തൃശൂർ ഭാഗത്തുനിന്ന് വരുന്ന ബസ്സുകൾ ടൌൺഹാൾ വഴി അയ്യങ്കാവ് മൈതാനത്തെത്തി ആളെ ഇറക്കി ബോയ്സ് സ്കൂൾ വഴി സർവീസ് നടത്തണമെന്നും പോലീസ് അറിയിച്ചു. കൊടകര പ്രസ് ഫോറം ഓഫീസിലേക്ക് കൊടകര സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് സംഭാവന ചെയ്ത എഴുത്തുകസേരകളുടെ കൈമാറ്റ ചടങ്ങ് നടന്നു. കോളേജ് ഫിനാൻസ് മാനേജർ ഫാദർ തോമസ് വെളക്കനാടൻ എഴുത്തുകസേരകൾ കൈമാറി. പ്രസ് ഫോറം പ്രസിഡന്റ് മധു സമ്പാളൂർ അധ്യക്ഷനായിരുന്നു. സെക്രട്ടറി TG അജോ, ട്രഷറർ സിജോ ചാതേലി, മനോജ് ജോർജ് എന്നിവർ സംസാരിച്ചു. മുണ്ടത്തിക്കോട് ഗ്രാമപഞ്ചായത്തിൽ കുടുംബശ്രീ വനിതാ വിപണന കേന്ദ്രം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CC ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു.
പഞ്ചായത്ത് പ്രസിഡന്റ് കെ അജിത് കുമാർ അധ്യക്ഷനായി. അത്താണി അംഗൻവാടിയുടെ ശിലാസ്ഥാപനവും ഇതോടൊപ്പം സി ശ്രീകുമാർ നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PS മോഹൻദാസ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് P സരസ്വതി, NR സതീശൻ എന്നിവർ സംസാരിച്ചു. കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിനായി വെട്ടിപ്പൊളിച്ച വലിയപറമ്പ് കോട്ടമുറി റോഡ് ഭാഗികമായി ടാറിംഗ് നടത്തിയത് അപകടക്കെണിയായി മാറി. റോഡിന്റെ പല ഭാഗവും ടാറിംഗ് നടത്തിയപ്പോൾ മെറ്റലും ടാറും സൂക്ഷിച്ചിരുന്ന സ്ഥലം ഒഴിവാക്കുകയായിരുന്നു. റോഡ് പല തട്ടുകളായാണ് ടാർ ചെയ്തിരിക്കുന്നത്. ഇതിനാൽ ഇരുചക്രവാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവായി. ടാറിംഗ് നടത്തുന്ന അവസരത്തിൽ തന്നെ അപകട സാധ്യത നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചുവെങ്കിലും പൊതുമരാമത്ത് അധികൃതർ അവഗണിക്കുകയായിരുന്നു. ചില വ്യക്തികളുടെ താൽപര്യമനുസരിച്ചാണ് റോഡിംഗ് ടാറിംഗ് നടത്തിയിട്ടുള്ളതെന്നാണ് ആക്ഷേപം. 1 വർഷത്തിനിടയിൽ വെട്ടിപ്പൊളിച്ച് പലതവണ ഈ റോഡ് ടാർ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. തകർന്ന റോഡ് പൂർണ്ണമായി ടാർ ചെയ്യണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട്. കുറിയ വരകളാലും വാക്കുകളാലും മലയാള അമ്മയെ ജീവസുറ്റതാക്കിയ കവി കുഞ്ഞുണ്ണിമാഷിനുള്ള സ്മാരക നിർമ്മാണം സ്വപ്നമായി ഇന്നും അവഗണനയുടെ തുരുത്തിൽ. കുഞ്ഞുണ്ണിമാഷിന് ഉചിതമായ സ്മാരകം നിർമ്മിക്കുന്നതിൽ വൈമുഖ്യം കാണിക്കുന്ന സാംസ്കാരിക വകുപ്പിനെതിരെ സ്മാരക കർമ്മസമിതി വേറിട്ട പ്രതിഷേധ ചുവടുകളുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. ഈ മാസം 26-ന് കവി കുഞ്ഞുണ്ണിമാഷെന്ന കുറിയ മനുഷ്യന്റെ വിയോഗത്തിന് 9 വർഷം തികയുകയാണ്. മാഷുടെ ബന്ധുക്കളുടെയും ശിഷ്യഗണങ്ങളുടെയും അഭ്യർത്ഥന പ്രകാരം സ്മാരക നിർമ്മാണത്തിനായി സർക്കാർ കവി കുഞ്ഞുണ്ണിമാഷ് സ്മാരക സമിതി രൂപീകരിച്ചിരുന്നു. വലപ്പാട് ബീച്ച് അതിയാരത്ത് തറവാടിനോട് ചേർന്നുള്ള 5 സെന്റ് ഭൂമി ഇതിനായി ബന്ധുക്കൾ വിട്ടുനൽകിയിരുന്നു. ഏറെ തടസ്സങ്ങൾ അതിജീവിച്ച് സ്മാരക നിർമ്മാണത്തിനായി സർക്കാർ 5 ലക്ഷം രൂപ പ്രവർത്തന ഫണ്ട് ഇതിനകം അനുവദിച്ചു. എങ്കിലും സർക്കാർ ഭരണാനുമതി നൽകാത്തത് സ്മാരക നിർമ്മാണ പ്രവർത്തനങ്ങളെ തളർത്തിയിരിക്കുകയാണ്. സ്മാരക നിർമ്മാണം വൈകിയ സാഹചര്യത്തിലാണ് സ്മാരക കർമ്മസമിതി പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. മാഷുടെ 9ാം ശ്രാദ്ധ ദിനത്തിൽ കാടും പടലും നിറഞ്ഞ സ്മാരകഭൂമി ശുചീകരിച്ചായിരുന്നു പ്രതിഷേധത്തിന് തുടക്കമിട്ടത്. പ്രവാസി കഥാകൃത്ത് KG ശേഖരൻ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്മാരക കർമ്മസമിതി ചെയർമാൻ C വാസുദേവൻ അധ്യക്ഷത വഹിച്ചു. NK ഹരിചന്ദ്രൻ, CK കുട്ടൻ, കുഞ്ഞിനിമാഷുടെ മരുമകൾ ഉഷ കേശവരാജ്, മരുമകൻ വിജയൻ അതിയാരത്ത്, ഗാന്ധിതീരം ഡയറക്ടർ CK ബിജോയ് തുടങ്ങി പ്രമുഖർ ഉൾപ്പെട്ട കർമ്മസമിതി അംഗങ്ങൾ ശുചീകരണ പരിപാടിയിൽ പങ്കെടുത്തു. ഈ മാസം 24-ന് വൈകിട്ട് 4-ന് വലപ്പാട് ചന്തപ്പടിയിൽ കർമ്മസമിതി സാംസ്കാരിക പ്രതിഷേധവും സംഘടിപ്പിക്കാനിരിക്കുകയാണ്. കുഞ്ഞിനിമാഷുടെ അനുസ്മരണ ദിനമായ ഈ മാസം 26-ന് സ്മാരക നിർമ്മാണത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് മാഷെ ഉള്ളറിഞ്ഞ് സ്നേഹിക്കുന്നവർ. TCV ന്യൂസ്, തൃപ്രയാർ. ചേർപ്പ് സൌഹൃദ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ജനസേവന കേന്ദ്രം പ്രവർത്തനം ആരംഭിച്ചു. വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുകയും സർക്കാരിതര ആവശ്യങ്ങൾക്കുള്ള അപേക്ഷാ ഫോമുകൾ എന്നിവ സൌജന്യമായി തയ്യാറാക്കി നൽകുകയും ചെയ്യും. ചേർപ്പ് പോലീസ് സ്റ്റേഷന് മുൻവശത്തെ സ്വകാര്യ ലാബിന് കേന്ദ്രമാണ് കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കേന്ദ്രത്തിന്റെ പ്രവർത്തനോദ്ഘാടനം സൌഹൃദ കൂട്ടായ്മ രക്ഷാധികാരി KK കൊച്ചുമുഹമ്മദ് നിർവഹിച്ചു. ചെയർമാൻ CN സജീവൻ അധ്യക്ഷനായി. കൃഷ്ണൻകുട്ടി എട്ടുമന, VB സുരേന്ദ്രൻ, VB രാജൻ, KB പ്രമോദ് എന്നിവർ സംസാരിച്ചു. പൂപ്പത്തി മംഗലംകുളം ജലസേചന പദ്ധതി യാഥാർത്ഥ്യമാക്കണമെന്നാവശ്യപ്പെട്ട് BJPയുടെ നേതൃത്വത്തിൽ പൊയ്യ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. എടവിലങ്ങ് ഗ്രാമപഞ്ചായത്ത് അംഗം പോണത്ത് ബാബു ധർണ ഉദ്ഘാടനം ചെയ്തു. BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് D രാജു നാരായണൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം CK പ്രദീപ്, തോട്ടോൻ ജനാർദ്ദനൻ, പ്രശാന്ത് ലാൽ, PP രാജൻ, സന്തോഷ് അറുമുഖൻ എന്നിവർ സംസാരിച്ചു. സംസ്ഥാന സർക്കാരിന്റെയും ആരോഗ്യവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ നടത്തുന്ന ആരോഗ്യ ബോധവൽക്കരണ കലാജാഥയ്ക്ക് കുന്നംകുളം ഗവൺമെന്റ് ആശുപത്രിയിൽ സ്വീകരണം നൽകി. നഗരസഭാ ചെയർമാൻ CK ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കൌൺസിലർ KV ഗീവർ അധ്യക്ഷത വഹിച്ചു. ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ താജ് പോൾ, പഴഞ്ഞി സാമൂഹികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ട് ഡോക്ടർ രാധ, ഹെൽത്ത് സൂപ്പർവൈസർ അനിൽകുമാർ എന്നിവർ സംസാരിച്ചു. ജാഥ അംഗങ്ങളുടെ കലാപരിപാടികളുമുണ്ടായി. മാള പഞ്ചായത്തിലെ വിവിധ സ്ഥലങ്ങളിൽ BJPയുടെ കൊടിക്കാലുകളും ബോർഡുകളും നശിപ്പിച്ചതായി പരാതി. കോട്ടവാതിൽ, കാട്ടിക്കരക്കുന്ന്, ആനപ്പാറ, കുണ്ടായി, അണ്ണല്ലൂർ, അയോധ്യനഗർ എന്നിവിടങ്ങളിലെ കൊടിക്കാലുകളും ബോർഡുകളും തോരണങ്ങളുമാണ് നശിപ്പിച്ചത്. രാത്രി ഇരുചക്ര വാഹനങ്ങളിലെത്തിയ സാമൂഹിക വിരുദ്ധരാണ് സംഭവത്തിന് പിന്നിലെന്ന് BJP ആരോപിച്ചു. BJP നേതാക്കൾ മാള പോലീസിൽ പരാതി നൽകി. കൊടിക്കാലുകളും ബോർഡുകളും നശിപ്പിച്ചതിൽ BJP പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രസിഡന്റ് CM സദാശിവൻ അധ്യക്ഷത വഹിച്ചു. കർഷക തൊഴിലാളി ക്ഷാമം പരിഹരിക്കാനും കൃഷിച്ചെലവ് കുറയ്ക്കാനുമായി കാർഷിക യന്ത്രങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുമ്പോഴും മറ്റത്തൂർ പഞ്ചായത്തിലെ കൊരേച്ചാലിലുള്ള ഒരു കൂട്ടം കർഷകർക്ക് ഇതിന്റെ ആനുകൂല്യം ലഭിക്കുന്നില്ല.
തങ്ങളുടെ പാടത്തേക്ക് കാർഷിക യന്ത്രങ്ങൾ ഇറക്കാൻ വഴിയില്ലാത്തതാണ് ഇവരുടെ പ്രശ്നം. മറ്റത്തൂർ കൃഷിഭവന് കീഴിലെ ചെട്ടിച്ചാൽ പാടശേഖര സമിതിക്ക് കീഴിലുള്ള കൊരേച്ചാൽ പുഞ്ചപ്പാടത്തെ 40-ലേറെ കർഷകരാണ് ട്രാക്ടറും കൊയ്ത്തുയന്ത്രവും മറ്റും പാടത്തേക്കിറക്കാൻ വഴിയില്ലാതെ വിഷമിക്കുന്നത്. 50 ഏക്കറിലേറെ നെൽപ്പാടമാണ് ഇവിടെയുള്ളത്. മഴക്കാലമായാൽ വെള്ളിക്കുളം വലിയതോട് കവിഞ്ഞൊഴുകാൻ തുടങ്ങുന്നതോടെ ഈ പാടശേഖരം മുങ്ങിപ്പോകുന്നതിനാൽ ഇവിടെ വിരിപ്പ് കൃഷി ചെയ്യാറില്ല. മുണ്ടകനാണ് പ്രധാനമായും ഇവിടെ ഇറക്കുന്നത്. എന്നാൽ നിലമൊരുക്കുന്നത് മുതൽ കൊയ്തെടുക്കുന്നത് വരെയുള്ള എല്ലാ പണികളും കർഷകരും കർഷക തൊഴിലാളികളും തന്നെ ചെയ്യേണ്ടിവരും എന്നതിനാൽ കൃഷിച്ചെലവ് കൂടുതലാണെന്ന് കർഷകർ പറയുന്നു. ഇപ്പോൾ ഒരു പൂവാക്കി ആ ഒരു വഴി വിട്ടുകൊടുക്കാനില്ലാത്തതുകൊണ്ടും മെഷീൻ ഇറങ്ങാനുള്ള സൗകര്യമില്ല. ഞങ്ങൾക്ക് പണിയാനായിട്ട് ട്രാക്ടർ ഇറങ്ങാനോ അതിനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഇക്കഴിഞ്ഞ മുണ്ടകൻ കൊയ്ത്തിന് മറ്റത്തൂരിലെ മറ്റെല്ലാ പാടങ്ങളിലും കൊയ്ത്ത് മെഷീൻ ഉപയോഗപ്പെടുത്തിയപ്പോൾ കൊരേച്ചാൽ പുഞ്ചപ്പാടത്തെ കർഷകർക്ക് കൊയ്ത്തിനായി തൊഴിലാളികളെ തന്നെ ആശ്രയിക്കേണ്ടി വന്നു. ഇതിനായി ഓരോ കർഷകനും നല്ലൊരു തുക ചെലവാക്കുകയും ചെയ്തു. പാടശേഖരത്തിലേക്ക് കാർഷിക യന്ത്രങ്ങൾ കൊണ്ടുപോകുന്നതിന് വഴി തുറന്നു കിട്ടണമെന്നാവശ്യപ്പെട്ട് കർഷകർ കൃഷിഭവൻ അധികൃതർക്ക് നിവേദനം നൽകി കാത്തിരിക്കുകയാണ്. കൊടകര വെള്ളിക്കുളങ്ങര റോഡിലെ ചേലക്കോട്ടുകര പാലത്തിന് സമീപത്തുകൂടിയോ കൊരേച്ചാൽ ലക്ഷം വീട് കോളനി സമീപത്തുകൂടിയോ മാരിയമ്മൻ കോവിൽ റോഡിൽ കൂടിയോ പാടശേഖരത്തേക്ക് കൊയ്ത്ത് യന്ത്രം ഇറക്കാൻ സൌകര്യം ചെയ്തു തരണമെന്ന് ഇവർ ആവശ്യപ്പെടുന്നു. നേരത്തെ കൊരേച്ചാൽ പ്രദേശത്തേക്ക് നടന്നു പോകുന്നതിന് ചേലക്കാട്ടുകര പാലത്തിന് സമീപത്തുകൂടി നിലവിലുണ്ടായിരുന്ന വഴി സഞ്ചാരയോഗ്യമാക്കി തരണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. TCV ന്യൂസ്, കൊടകര. ഇടവേള. വാർത്തകൾ തുടരുന്നു. തളിക്കുളം ICDSന്റെ പുതുക്കിയ പാഠ്യപദ്ധതിയായ തീം ആക്ടിവിറ്റി ചാർട്ടിന്റെ ഭാഗമായി അംഗൻവാടി വർക്കർമാർക്കായി വലപ്പാട് ബീച്ചിൽ പരിശീലന പരിപാടി സംഘടിപ്പിച്ചു. ശിശുവികസന സമിതി ഓഫീസർ PS സുഷമ പരിശീലന ക്ലാസിന് നേതൃത്വം നൽകി. സൂപ്പർവൈസർ CR ശാന്തകുമാരി അധ്യക്ഷയായിരുന്നു. CV ഓമന, EH ജീജബായ്, TK വേലായുധൻ എന്നിവർ സംസാരിച്ചു. വൈദ്യുതി സുരക്ഷ, ഊർജ്ജ സംരക്ഷണം എന്നിവ ലക്ഷ്യമാക്കി അമ്മാടം KCB സെക്ഷന്റെ നേതൃത്വത്തിൽ അമ്മാടത്ത് ബോധവൽക്കരണ റാലി നടത്തി. ഇതിന്റെ ഭാഗമായി ലഘുലേഖകളും വിതരണം ചെയ്തു. KCB സെക്ഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ PK സുധർമ്മൻ, MR സുനിത, NP സതീഷ് കുമാർ എന്നിവർ നേതൃത്വം നൽകി. കൊടുങ്ങല്ലൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസ് റോഡിലെ അപകടങ്ങൾക്ക് പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് സാംസ്കാരിക പ്രവർത്തകനും പരസ്യ കലാകാരനുമായ ഉണ്ണി പിക്കാസോ ദ്വിദിന സത്യാഗ്രഹം ആരംഭിച്ചു. സാഹിത്യകാരൻ ബക്കർ മേത്തല സമരം ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VM മുഹിയുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PG നൈജി, കൌൺസിലർമാരായ T സുന്ദരേശൻ, ശാലിനി വെങ്കിടേഷ്, CPM ലോക്കൽ സെക്രട്ടറി KR ജൈത്രൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം CC വിപിൻ ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. നെഹ്റു യുവകേന്ദ്രയുടെയും പ്ലേ ബോയ്സ് ക്ലബിന്റെയും ആഭിമുഖ്യത്തിൽ യുവജനങ്ങൾക്കായി പെരുവലൂർ അംബേദ്കർ മിനി കോൺഫറൻസ് ഹാളിൽ സെമിനാർ നടത്തി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PK രാജൻ ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PG ബാജി അധ്യക്ഷനായിരുന്നു. സന്തോഷ് ദേശമംഗലം, ലിജോ പനക്കൽ, AA അൻസാർ എന്നിവർ സംസാരിച്ചു. കേരളത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിൽ ഒന്നിൽ പോലും പങ്കില്ലാത്ത RSS നവോത്ഥാന മൂല്യങ്ങൾ പിറകോട്ട് വലിക്കുന്നതിന് നേതൃത്വം നൽകുകയാണെന്ന് CPM കേന്ദ്ര കമ്മിറ്റി അംഗം A വിജയരാഘവൻ പറഞ്ഞു. CPMന്റെ നേതൃത്വത്തിൽ RSS കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ എന്ന മുദ്രാവാക്യവുമായി പൂവത്തൂരിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നാടുനീളെ ഗർവാപ്പസി പറഞ്ഞു നടക്കുന്ന സംഘപരിവാർ ഹിന്ദു സമുദായത്തിൽ ഗർവാപ്പസി നടത്തണം. മോദി സർക്കാർ അധികാരമേറ്റെടുത്തിന്റെ ജില്ലയിലെ ആഘോഷമായിരുന്നു CPM തിരുനെല്ലൂർ ബ്രാഞ്ച് കമ്മിറ്റി അംഗം ഷിഹാബിന്റെ കൊലപാതകമെന്നും വിജയരാഘവൻ ആരോപിച്ചു. പൂവത്തൂർ ബസ് സ്റ്റാൻഡിൽ ചേർന്ന ജനകീയ കൂട്ടായ്മയിൽ TV ഹരിദാസൻ, VM സുർജിത്, VG സുബ്രഹ്മണ്യൻ, ലീല കുഞ്ഞാപ്പു, ഗീത ഭരതൻ, PA രമേശൻ എന്നിവർ സംസാരിച്ചു. ചെറുതുരുത്തി ഗവൺമെന്റ് LP സ്കൂൾ വാർഷികാഘോഷങ്ങൾ കാണാൻ ഇന്തോനേഷ്യൻ കലാവിഭാഗം പ്രൊഫസർ സക്തായ പ്രത്യേക അതിഥിയായി സ്കൂളിലെത്തി. വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ കലാപരമായ കഴിവുകൾ പ്രദർശിപ്പിക്കാൻ കേരളത്തിൽ ഇത്തരത്തിൽ വേദികൾ ലഭിക്കുന്നത് അഭിനന്ദനാർഹമാണെന്ന് പ്രൊഫസർ സക്തായ പറഞ്ഞു. വാർഷിക പൊതുയോഗം ജില്ലാ പഞ്ചായത്ത് അംഗം റംല ഷെരീഫ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് NA പരീദ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് അംഗം TK സെയ്തലവി, P ജയേഷ്, പ്രധാനാധ്യാപിക TU പ്രസന്ന, പ്രോഗ്രാം കൺവീനർ N ബീന എന്നിവരും സംസാരിച്ചു. ചേർപ്പ് സ്നേഹസേന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിലുള്ള സൌജന്യ മൾട്ടി സ്പെഷ്യാലിറ്റി ചികിത്സാ ക്യാമ്പ് ഈ മാസം 22-ന് ചേർപ്പ് സെന്റ് ആന്റണീസ് പള്ളി പാരിഷ് ഹാളിൽ നടക്കും.
രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 12 വരെയാണ് ക്യാമ്പ്. ഡോക്ടർ UG സുന്ദരൻ, ഡോക്ടർമാരായ PN രാധ, സച്ചിൻ വി മേനോൻ, പ്രതീഷ് കുമാർ, US ലെവിൻ എന്നിവരാണ് നേതൃത്വം നൽകുക. വടക്കാഞ്ചേരി സ്പോർട്സ് ആൻഡ് ഗെയിംസ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന 4ാമത് അഖിലേന്ത്യാ സെവൻസ് ഫ്ലഡഡ് ഫുട്ബോൾ ടൂർണമെന്റിന് ഈ മാസം 21-ന് തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹൈസ്കൂൾ ഗ്രൌണ്ടിൽ ഏപ്രിൽ 5 വരെ നടക്കുന്ന ടൂർണമെന്റിൽ കേരളത്തിലെ പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. സംഘാടക സമിതി പ്രസിഡന്റ് TV സണ്ണി, സെക്രട്ടറി അഡ്വക്കേറ്റ് EK മഹേഷ്, ജനറൽ കൺവീനർ PN ഗോകുലൻ, ട്രഷറർ AP ജോൺസൺ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കയ്പമംഗലത്ത് SDPI ഓഫീസ് സംസ്ഥാന സമിതി അംഗം റോയ് അറക്കൽ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ ജനറൽ സെക്രട്ടറി PR സിയാദ്, കയ്പമംഗലം മണ്ഡലം പ്രസിഡന്റ് KH മുഹമ്മദ് റഫീഖ്, PU ഷഫീർ എന്നിവർ സംസാരിച്ചു. കൊച്ചിൻ തൊഴിൽ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ദ്വിദിന പഠന ശിബിരം സംഘടിപ്പിച്ചു. ചെറുതുരുത്തി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നടന്ന ക്ലാസ് വള്ളത്തോൾ നഗർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CP ഇന്ദിര ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ അജിത അധ്യക്ഷത വഹിച്ചു. തൊഴിൽ മന്ത്രാലയം ഉദ്യോഗസ്ഥ ടെസി ജോസഫ് ക്ലാസ് എടുത്തു. ചെറുതുരുത്തി പോലീസ് സ്റ്റേഷനിലെ സീനിയർ CPO ഷാഹുൽ ഹമീദ്, സ്വാതി, മുഫ്സില എന്നിവർ സംസാരിച്ചു. ചാലക്കുടി പോട്ട പാമ്പാമ്പോട്ട് ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിന മഹോത്സവത്തിന് വ്യാഴാഴ്ച തുടക്കമാകുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. വ്യാഴാഴ്ച രാത്രി 7-ന് കൊടിയേറ്റവും വെള്ളിയാഴ്ച വൈകിട്ട് 5-ന് ആനച്ചമയ പ്രദർശനവും നടക്കും. ശനിയാഴ്ച രാവിലെ ശീവേലി, 11-ന് ആനയൂട്ട്, ഉച്ചയ്ക്ക് അന്നദാനം, ഉച്ചതിരിഞ്ഞ് 3-ന് കാഴ്ചശീവേലി, വൈകിട്ട് 6-ന് എഴുന്നള്ളിപ്പ്, പുലർച്ചെ വെടിക്കെട്ട് എന്നിവയാണ് പ്രധാന ചടങ്ങുകൾ. പ്രസിഡന്റ് KG സുന്ദരൻ, സെക്രട്ടറി മനോഹരൻ ചമ്പക്കര എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. സമഗ്ര പകർച്ചവ്യാധി നിയന്ത്രണ പരിപാടിയുടെ ഭാഗമായി ജില്ലാ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ആരോഗ്യ സന്ദേശയാത്രയ്ക്ക് ഓട്ടുപാറയിൽ സ്വീകരണം നൽകി. വടക്കാഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു സുബ്രഹ്മണ്യൻ സ്വീകരണ യോഗം ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യ സ്ഥിരം സമിതി അധ്യക്ഷ ബുഷ്ര റഷീദ് അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് അംഗം ഉഷ പീതാംബരൻ, ഡോക്ടർ ടോണി, ഹെൽത്ത് ഇൻസ്പെക്ടർ രവീന്ദ്രൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ VS ഗോകുൽദാസ്, TP അബ്ദുള്ള എന്നിവർ സംസാരിച്ചു. SNDP നാട്ടിക യൂണിയനു കീഴിൽ പ്രവർത്തിക്കുന്ന വഴിയമ്പലം ശാഖയിലെ ഹരിതതീരം കർഷക സംഘത്തിന്റെ പച്ചക്കറി കൃഷിയുടെ വിളവെടുപ്പ് നടത്തി. നാട്ടിക യൂണിയൻ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ തഷ്നാത്ത് വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. യോഗം ബോർഡ് മെമ്പറും ഹരിതതീരം ചെയർമാനുമായ ജയന്തൻ പുത്തൂർ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി മോഹനൻ കണ്ണമ്പുള്ളി, വൈസ് പ്രസിഡന്റ് സുധീപ്, സലീം തഷ്നാത്ത് എന്നിവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ മേത്തല കുന്നംകുളം അറക്കപ്പറമ്പിൽ 70 വയസ്സുള്ള രാമനെ കാണാതായി. കാണാതാകുമ്പോൾ വെള്ള ഷർട്ടും മുണ്ടും ധരിച്ചിരുന്നു. ഇരുനിറവും നരച്ച തലമുടിയുമാണ്. ഓർമ്മക്കുറവുള്ള ഇയാളെക്കുറിച്ച് വിവരം ലഭിക്കുന്നവർ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലോ 9645733146 എന്ന നമ്പറിലോ അറിയിക്കുക. കോടാലി താളൂപ്പാടത്ത് തേനീച്ച കുത്തേറ്റ് വയോധികന് ഗുരുതരമായി പരിക്കേറ്റു. രക്ഷപ്പെടുത്താനെത്തിയ 3 പേർക്കും കുത്തേറ്റു. ഗുരുതരമായി പരിക്കേറ്റ താളൂപ്പാടം വള്ളിയാം തടത്തിൽ ജോസഫിനെ ചാലക്കുടി സെന്റ് ജെയിംസ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച വൈകിട്ട് 4:30 വീടിന് സമീപത്തെ തൊഴുത്ത് കഴുകി വൃത്തിയാക്കുന്നതിനിടയിലായിരുന്നു സംഭവം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വലപ്പാട് സബ് ഇൻസ്പെക്ടറെയും പോലീസുകാരെയും മണ്ണെണ്ണയൊഴിച്ച് തീക്കുളത്തിൽ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ ഒരു പ്രതി അറസ്റ്റിൽ. വലപ്പാട് ബീച്ച് സ്വദേശി സുഭാഷാണ് പിടിയിലായത്. മലയോര ഗ്രാമങ്ങളിൽ കാട്ടാനകൾ ജനങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. കൃഷികൾ നശിപ്പിക്കുന്ന കാട്ടാനക്കൂട്ടം വീടുകളുടെ മുറ്റത്തെത്തുന്നതും ഭീഷണിയായി. ചങ്ങണാംകുന്നിൽ ഭാരതപ്പുഴയ്ക്ക് കുറുകെ റെഗുലേറ്റർ നിർമ്മാണം ആരംഭിച്ചു. 19 കോടി രൂപ ചെലവിലാണ് നിർമ്മാണം. ആറ്റപ്പള്ളി പമ്പിംഗ് സ്റ്റേഷൻ നാട്ടുകാർ ഉപരോധിച്ചു. മറ്റത്തൂർ കാവനാട് കുടിവെള്ള പദ്ധതിയിൽ നിന്ന് വെള്ളം കിട്ടാത്തതിൽ പ്രതിഷേധിച്ചായിരുന്നു ഉപരോധം. ഗ്രാമവാർത്തകൾ സമാപിച്ചു. നമസ്കാരം.